വെൽക്കം ടു സിമ്പിൾ ടോക്സ് ബൈ നന്ദ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോംപ്രഹെൻസീവ് കോഴ്സ് വർക്ക് CCW എന്ന് പറയുന്ന സബ്ജക്റ്റിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ്. ആദ്യം തന്നെ നോക്കേണ്ടത് ഈ എക്സാമിൻ്റെ ടൈമാണ്. 1 മണിക്കൂർ മാത്രമാണ് ഈ എക്സാം ഉള്ളത്. അതുകൊണ്ട് തന്നെ മാക്സിമം ഫോക്കസോടെ ചെയ്യേണ്ട ഒരു എക്സാമാണ് ഇതെന്ന് പറയുന്നത്. ഇനി ക്വസ്റ്റ്യൻസിൻ്റെ കേസ് എടുക്കാനാണെങ്കിൽ മൊത്തം 50 MCQ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഇതിൽ മെയിനായിട്ട് 5 സബ്ജക്ട്സ് ആണ് വരുന്നത്. ഡേറ്റ സ്ട്രക്ചർ, OS, DBMS, ഫ്ലാറ്റ്, COA. ഈ 5 സബ്ജക്റ്റിൽ നിന്നും 10 ക്വസ്റ്റ്യൻസ് വീതമാണ് വരാൻ ചാൻസ്. പക്ഷേ ചെറിയ വ്യത്യാസം അങ്ങോട്ടോ ഇങ്ങോട്ടോ വരാം. ഇനി പാസ് മാർക്ക് എന്ന് പറയുന്നത് ഇത് 50 ക്വസ്റ്റ്യൻ ആണുള്ളത്. അതിൽ 25 ക്വസ്റ്റ്യൻസ് നിങ്ങൾ കറക്റ്റാക്കി 25 മാർക്സ് വാങ്ങിച്ചാൽ മാത്രമേ നിങ്ങൾ ഈ എക്സാമിന് പാസ്സാവത്തുള്ളൂ. നേരെ പകുതി മാർക്സ് വാങ്ങിക്കണം. ഇവിടെ ഉള്ളൊരു ഗുണമെന്ന് വെച്ചാൽ നെഗറ്റീവ് മാർക്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫുൾ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ ആൻസർ ഷീറ്റിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഫസ്റ്റ് പേജ് സാധാരണ പോലെ തന്നെ, ബാക്കി സബ്ജക്ട്സിന് നമുക്ക് എങ്ങനെയാണോ ഫസ്റ്റ് പേജ് വരുന്നത് അതുപോലെ തന്നെയാണ് ഇതിനും വരുന്നത്. ഈ ഒരു പേജാണ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാനുള്ളത്. ഇതിൽ 50 നമ്പേഴ്സ് തന്നിട്ടുണ്ട്. അതാണ് ഓരോ ക്വസ്റ്റ്യൻസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ഓപ്ഷൻസ് ആണ് ABCD തന്നിരിക്കുന്നത്. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ആ ക്വസ്റ്റ്യന് തന്നെ നിങ്ങൾ മാർക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ 2 എണ്ണം ഒരേ ക്വസ്റ്റ്യനിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2നും മാർക്ക് കിട്ടില്ല. ആ മാർക്ക് നിങ്ങൾക്ക് ഒരെണ്ണം ശരിയാണെങ്കിൽ പോലും അതിൻ്റെ മാർക്സ് അവിടെ പോവും. പിന്നെ എക്സ്റ്റേണലിന് മാർക്ക് ഇടാനുള്ളൊരു കോളം ഉണ്ട്. അതിൽ നിങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. കറക്റ്റായിട്ട് ഈ 50 മാർക്സിന് നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മാത്രം മതി. ഇതാണ് നിങ്ങളുടെ ഒരു ആൻസർ ഷീറ്റിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ യൂസ് ചെയ്യേണ്ട പെന്നെന്ന് പറയുന്നത് ഒരേ പെൻ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. പെൻസിൽ യൂസ് ചെയ്യാൻ പാടില്ല. ഇനി എക്സാമിനൊരു ടിപ്പ് തരാനാണെങ്കിൽ ഫസ്റ്റ് റൗണ്ടിൽ നിങ്ങൾക്ക് ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് മാത്രം മാർക്ക് ചെയ്യുക. രണ്ടാമത്തെ റൗണ്ടിൽ വേണം നിങ്ങൾ ആലോചിച്ച് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യേണ്ടത്. അതായത് കാൽക്കുലേഷൻസ് ഉണ്ടെങ്കിൽ അതെല്ലാം ചെയ്യേണ്ടത് ഈ രണ്ടാമത്തെ റൗണ്ടിൽ വേണം ചെയ്യാൻ. അതുപോലെ തന്നെ ഒരു ക്വസ്റ്റ്യന് 2 മിനിറ്റിൽ കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ പാടില്ല അവിടെ. ഇനി മൂന്നാമത്തെ റൗണ്ടാണ് ഗസ് ചെയ്യേണ്ട റൗണ്ട്. അതായത് നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആ ക്വസ്റ്റ്യൻ കണ്ടിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ടോപ്പിക്സ് അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് നോക്കുമ്പോഴത്തേക്കും ഒട്ടും സാധ്യതയില്ലാത്തത് എലിമിനേറ്റ് ചെയ്ത് കളയുക. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത 3 നോക്കുക. അതിലും സാധ്യതയില്ലാത്തത് എലിമിനേറ്റ് ചെയ്ത് ലാസ്റ്റത്തെ 2 വരുമ്പോഴത്തേക്കും അപ്പോൾ ഒരു ഫൈനൽ ഗസ് കൊടുത്തിട്ട് നിങ്ങളത് ചെയ്യുക. അപ്പം മാക്സിമം അത് ശരിയാകാനായിരിക്കും ചാൻസ് കൂടുതൽ. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ 50 ക്വസ്റ്റ്യൻസും ഉറപ്പായിട്ടും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. നെഗറ്റീവ് മാർക്സ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങളത് സ്കിപ്പ് ചെയ്ത് വിടാൻ പാടില്ല. ഇനി പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് പോവുക. അപ്പം നിങ്ങൾക്ക് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന പാറ്റേൺസ് മനസ്സിലാവും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിൻ്റെ. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസും ആ ടോപ്പിക്സ് ഏതാണെന്നും മനസ്സിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ളൊരു സ്കോറിലോട്ട് എത്താൻ പറ്റും. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഡൗട്ട് ഈ CCW എന്ന് പറയുന്ന സബ്ജക്റ്റിനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്.